സദ്വേഷണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ജന്മഗൃഹത്തിൽ നമ്മൾക്ക് അവകാശപ്പെട്ട ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ജന്മഗൃഹത്തിൽ പ്രവേശിച്ചപ്പോൾ ആശ്രമാധികൃതർ അവരുടെ ജോലിക്കാരെ വെച്ച് തടഞ്ഞ ഒരു വീഡിയോ. അത് കഴിഞ്ഞിട്ട് ഒരു സമരഭടന്മാർ വരുന്നതിനെക്കുറിച്ച് സമരഭടനമല്ല കാവൽഭടന്മാർ വന്ന് അവിടെ കാവൽ നിന്ന് നമ്മൾ കയറുമ്പോൾ തടയണം എന്നുള്ളൊരു ആഹ്വാനത്തിൻ്റെ വാട്സാപ്പ് സന്ദേശത്തിൽ കിട്ടുകയുണ്ടായി. അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ, എൻ്റെ ഒരു ഇത്. അപ്പോൾ അതും പ്രകാരം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെയാണ്, എനിക്ക് തിങ്കളാഴ്ച പോകാൻ പറ്റിയില്ല, ചൊവ്വാഴ്ചയും പോകാൻ പറ്റിയില്ല. ഇന്നലെ ബുധനാഴ്ച 3 മണിക്കാണ് ഞാൻ സ്റ്റേഷനിലെത്തുകയും അപ്പോൾ എൻ്റെ മൊഴി അവരുടെ പരാതിയും പുറത്ത് എൻ്റെ മൊഴി കൊടുക്കുകയും പിന്നെ എൻ്റെ ഒരു പരാതി ഞാൻ സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ പരാതി ഞാൻ കൊടുക്കുകയും സമർപ്പിച്ചിട്ട് അതിൻ്റെ റെസിപ്റ്റ് ഞാൻ വാങ്ങിച്ചു. പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനി എനിക്ക് അവിടെ വരുമ്പോൾ പോലീസ് സംരക്ഷണം ആവശ്യമാണ്. ഇങ്ങനെ സമരഭടന്മാരെയൊക്കെ നിർത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരുടേതായ ഏരിയയിൽ എനിക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനൊരു ഇത് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് മെൻഷൻ ചെയ്തല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇന്നലെ സ്റ്റേഷനിലെത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ എൻ്റെ മൊഴി എടുത്തു. ആ മൊഴി എൻ്റെ പരാതി സ്വീകരിച്ചു, എൻ്റെ റെസിപ്റ്റ് തന്നു. പിന്നെ SHO ഇല്ലായിരുന്നു, അദ്ദേഹം ലീവായതുകൊണ്ട് കുത്തിയത് തൊട്ട് സ്റ്റേഷൻ SHO വന്നു, അദ്ദേഹത്തിനോട് സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചു, ഞാൻ ഇറങ്ങി. അപ്പോൾ ഇതിൽ രസകരമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, അവരുടെ പരാതിയാണ്. അവിടുത്തെ DGM എന്ന് പറയുന്ന ആളാണ്, എന്ന് വെച്ചാൽ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അവിടുത്തെ ഏരിയോ DGM എന്നോ അങ്ങനെ ഒരുപാട് പദവികളുണ്ട്. എന്തൊക്കെയാണെന്ന് അവർക്ക് തന്നെ അറിയില്ല, ആരൊക്കെയാണെന്ന് നമുക്കും അറിയില്ല. പക്ഷേ പദവികൾ മാറാം, പിന്നെ ഇന്നിരിക്കുന്ന നാളെ ഉണ്ടാവില്ല, അവർക്ക് യോജിച്ചവരല്ലാതെങ്കിൽ അവരെടുത്ത് കളയും. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം കൊടുത്ത പരാതി വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ ഞാൻ കയറുന്നതിന് മുമ്പോട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്, അവിടെ പല രീതിയിൽ എടുത്തിട്ടുണ്ട് വീഡിയോ. കാരണം വെച്ചാൽ അതിലൊരു വീഡിയോ ഞാൻ പോലീസിന് കൊടുത്തു, പെൻഡ്രൈവിലാക്കി പോലീസിന് കൊടുക്കുകയും ചെയ്ത് ആ വാട്സാപ്പ് സന്ദേശവും പോലീസിൽ എൻ്റെ രേഖയായിട്ട് ഞാൻ കൊടുത്തതാണ്. പിന്നെ ഞാൻ ഫേസ് ചെയ്യുന്ന കുറച്ച് കേസുകൾ, ജന്മഗൃഹത്തിൻ്റെ കേസ് അടക്കമുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ 18 ലക്ഷം രൂപ അവർ തട്ടിച്ചതിൻ്റെ കേസ്, അതിൻ്റെ പിന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ വെച്ചാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ശാന്തിഗിരി തന്നെ പരാതിയിൽ നമ്മൾക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ നമ്മളെ മുൻകൂർ നോട്ടീസ് അയച്ച് വിളിച്ച് വരുത്തി നമ്മളുടെ പരാതി അവർ കൊടുത്ത പരാതിയിൽ കഴമ്പുണ്ടെന്നില്ല, ഞാൻ മാത്രമേ FIR ഇടാൻ പാടുന്നുള്ള ആ ഒരു വിധിയുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ. ആ വിധിയുടെ നമ്പറും കൂടി കൊടുത്ത്, കേസ് നമ്പർ കൂടി കൊടുത്തു. ഇതാണ് ഞാൻ കൊടുത്തത്, എൻ്റെ കാര്യത്തിലൊക്കെ മെൻഷൻ ചെയ്തത്. പക്ഷെ അവർ കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറഞ്ഞാൽ അതിഗംഭീര പരാതിയാണ്. കാരണം ഒരു സത്യത്തെ എങ്ങനെ കള്ളത്തരമാക്കാം എന്ന് വെച്ചാൽ, വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം എന്ന ആപ്തവാക്യത്തെ അനുസ്മരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു പ്രസ്ഥാനം ഈ ഒരു നിസ്സാരമായ കാര്യത്തിന്. കാരണം ഞാൻ അവിടെ കയറിയത്, അവിടെ പ്രാർത്ഥിച്ച് തൊഴുതു നമസ്കരിച്ച് അവിടെയൊക്കെ ഒന്ന് വീക്ഷിച്ച് കേസ് നിലനിൽക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഒന്ന് കാണണം. ആ ഇതിലാണ് അവർ പൊളിക്കുന്നുണ്ടോ, ജന്മഗൃഹം പൊളിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലുമൊക്കെ ഡാമേജ് വരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയണം. അതിനു വേണ്ടിയാണ്. കാരണം നിലവിൽ ബഹുമാനപ്പെട്ട ചേർത്തല മുനിസിപ്പൽ കോടതി കേസ് നിലനിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതും പ്രകാരം എന്ന് പറഞ്ഞാൽ എനിക്ക് അത് നോക്കേണ്ട ബാധ്യതയുണ്ട്. അച്ഛൻ കൊടുത്ത കേസ് ഇപ്പം ഞാൻ ബാധ്യമായിട്ട് നിലവിൽ നിൽക്കുമ്പോൾ. പക്ഷേ ഇവരതിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ വായിക്കാം, അവർ കൊടുത്ത പരാതി. കാരണം വളരെ രസകരമായി തോന്നി. അതിൻ്റെ കോപ്പി എനിക്ക് ഇന്നലെ അവിടെ നിന്ന് കിട്ടി, സ്റ്റേഷനിൽ നിന്ന് എനിക്ക് എൻ്റെ കോപ്പി തന്നായിരുന്നു. ബഹുമാനപ്പെട്ട അരൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മുമ്പാകെ ചന്ദിരൂർ ശാന്തിഗിരി ആശ്രമം ചേർത്തല ഏരിയ സെക്രട്ടറി ജനറൽ മാനേജർ PG രവീന്ദ്രൻ സമർപ്പിക്കുന്ന പരാതി. ഇതാണ്, അദ്ദേഹമാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ഞാൻ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ DGM ആണ്. 13/7/2025 വൈകുന്നേരം 5 മണിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അരൂർ വില്ലേജിൽ ചന്ദിരൂർ താമസിക്കുന്ന ചിറ്റേക്കാട്ട് വീട്ടിൽ പരേതനായ പത്മനാഭൻ്റെ മകൻ ശ്രീ ചന്ദ്രബാബു CP ചന്ദ്രൂരിലെ ഗുരുവിൻ്റെ ജന്മഗൃഹം ആശ്രമത്തിൽ കുറേ ഗുണ്ടകളുമായി എത്തുകയും ആശ്രമത്തിൻ്റെ ആത്മീയ അന്തരീക്ഷത്തിന് കളങ്കം വരത്തക്ക വണ്ണം ആശ്രമത്തിൽ അതിക്രമിച്ച് കടന്ന് ഗുരുവിൻ്റെ പൂജാമുറിയിൽ കയറുന്നതിന് ശ്രമിക്കുകയും അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ആശ്രമ അന്തേവാസികളെ ഭീഷണിപ്പെടുത്തുകയും അനുവാദമില്ലാതെ ആശ്രമത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് എത്തിയ വിശ്വാസികളുടെയും ഫോട്ടോ എടുക്കുകയും ചെയ്തു.
ആശ്രമ വോളണ്ടിയേഴ്സിൻ്റെ വാക്കുകളെ അനുസരിക്കാതെ ആശ്രമത്തിൻ്റെ പരിപാവനമായ സ്ഥലങ്ങളിൽ ടിയാനും ഒരു സ്ത്രീ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 4 പേർ കയറുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ എൻ്റെ മോളാണ്. നമ്മളവിടെ കയറാൻ ശ്രമിച്ച ആരൊക്കെയാണെന്ന് അറിയാമോ? ഞാൻ, എൻ്റെ മകൻ, എൻ്റെ മകള്, പിന്നെ അതുകൂടാതെ എൻ്റെ ഒരു സുഹൃത്ത്, ആശ്രമവിശ്വാസിയായ എൻ്റെ ഒരു സുഹൃത്ത്, ആശ്രമവിശ്വാസത്തിനല്ല, ബ്രഹ്മശ്രീ കരുണാകര ഒരു വിശ്വാസിയായ എൻ്റെ ഒരു സുഹൃത്തുമായിട്ടാണ് നമ്മളവിടെ കയറിയത്. ആ കയറിയതും അതിലിറങ്ങിയത് വരെയുള്ള ദൃശ്യങ്ങളും പോലീസ് വരുന്നവരെയുള്ള ദൃശ്യങ്ങളും എല്ലാം അതിലുണ്ട്. എന്നിട്ടും ഇനിയും എഴുതിയിരിക്കുന്ന വാക്കുകളെന്ന് പറയുന്നത് ഗുണ്ടകളുമായിട്ടാണ്, ഒരു പറ്റം ഗുണ്ടകളുമായിട്ട് കയറാൻ ശ്രമിക്കുകയും ചെയ്തു. ഇദ്ദേഹം വർഷങ്ങളായി തിരുവനന്തപുരം കാഞ്ഞാമ്പാറ എന്ന സ്ഥലത്ത് സ്ഥിരതാമസക്കാരനാണ്. പൂലന്തറയിൽ ജിജി മിനി മാർട്ട് എന്ന സ്ഥാപനം നടത്തി വരുന്നതുമാണ്. ആശ്രമത്തിൻ്റെയും സന്യാസിമാരുടെയും വ്യാജ വീഡിയോ ഉണ്ടാക്കി വാട്സാപ്പ്, ഫേസ്ബുക്ക് എന്നീ മീഡിയ വഴി നിരന്തരം പ്രചരിപ്പിക്കുകയാണ് ടിയാളുടെ സ്ഥിരം പരിപാടി. കാരണം എന്താ വെച്ചാൽ ശാന്തിരാശ്രമത്തിൻ്റെ പേരിൽ മദ്യക്കേസിൻ്റെ ഒരു ഏഷ്യാനെറ്റ് ന്യൂസ് വന്നു. അപ്പോൾ ആ മദ്യക്കേസിൻ്റെ ന്യൂസും അതിൻ്റെ FIRഉം എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തിരുന്നു. ജഡ്ജ്മെൻറ്റ് കോപ്പി, പിന്നെ കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതികളുടെ വിധികൾ ഉൾപ്പെടെ അതിൻ്റെ മറ്റുള്ള എല്ലാ രേഖകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ കക്ഷി സുജിത്ത് എന്ന് പറഞ്ഞ ആൾ എനിക്ക് തന്നതാണ്. മനസ്സിലായി? ആ രേഖകളെല്ലാം ഞാൻ പരിശോധിച്ച് വ്യക്തമായി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായ എവിഡൻസുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇവരെ പോലെ വേജമായ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. മനസ്സിലായ? എവിഡൻസ് ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇനിയും എവിഡൻസുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാൻ കിടക്കുന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് എന്നുവെച്ചാൽ ഡേഞ്ചർ സിറ്റുവേഷനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ച് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കും. അത് എൻ്റേതായ സമയങ്ങളിൽ ഇറങ്ങിക്കോളും. ഞാൻ ഇറക്കിയാലും ഇറക്കിയില്ലേലും. മനസ്സിലായി? അപ്പോൾ ഈ വ്യാജമായ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പരാതി വായിക്കുന്നവർക്ക് മനസ്സിലാവും, ആ വീഡിയോ ഈ പരാതി വായിച്ചിട്ട് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ആരാണ് വ്യാജന്മാരെന്നുള്ളത്. പിന്നെ വേറെ കാര്യമുണ്ട്. ഇവർ ആ മദ്യക്കേസിന് വാർത്ത ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചാണ്, സംഘടനയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചാണ്. നമ്മളുടെ ഞാൻ പ്രസിഡൻ്റായിരിക്കുന്ന സംഘടന, ഞാൻ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന സംഘടനയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചാണ്. നമ്മളതിന് കൃത്യമായിട്ട് വക്കീൽ നോട്ടീസ് വഴി മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം ഒരിക്കലും നമ്മുടെ സബ് കോടതി തിരുവനന്തപുരം ബഹുമാനപ്പെട്ട സബ് കോടതി എനിക്കെതിരെ ഞാൻ ഇദ്ദേഹത്തിന് മാനം നഷ്ടപ്പെടുത്തിയെന്നും പറഞ്ഞ് ഫേസ്ബുക്കിലൂടെ മാനം നഷ്ടപ്പെടുത്തിയെന്നും പറഞ്ഞ് 2017 എനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. ഈ പറയുന്ന സബ് കോടതി തിരുവനന്തപുരം. അത് അവസാനം ഞാൻ ട്രയലായപ്പോൾ ഞാൻ അതിന് എവിഡൻസും സാക്ഷ്യപത്രികയും കൊണ്ട് കൊടുത്ത് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്നുവെച്ചാൽ ദയാജന്യയുടെ അടക്കമുള്ള ആ ഒരു എവിഡൻസുകൾ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ അദ്ദേഹം കേസ് വിഡ്രോ ചെയ്ത് കളഞ്ഞു. ലക്ഷങ്ങൾ മുടക്കിയാണ് ആ ഒരു കേസ് അദ്ദേഹം ഫയൽ ചെയ്തത്. മനസ്സിലായി? സൂട്ട് ഫയൽ ചെയ്തത്. കാരണം വെച്ചാൽ 25 ലക്ഷം രൂപക്കും മാനനഷ്ടം ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിന് 25 ലക്ഷത്തിൻ്റെ കടങ്കം പറ്റുന്നു. ഗുരുരത്നസ്വാമി എന്ന് പറഞ്ഞ ആളുടെ ആശ്രമത്തിൻ്റെ കേസ് ഞാൻ ട്രയൽ ഫേസ് ചെയ്യാൻ തയ്യാറായി എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ കേസ് വിഡ്രോ ചെയ്തുകൊണ്ട് പോയി കളഞ്ഞു അദ്ദേഹം. ഇത് സമാനമായിട്ട് തന്നെ സുരേന്ദ്ര സാർ എന്ന് പറഞ്ഞ ഒരാൾക്കും ഇതേപോലെ തന്നെ പുള്ളി മാനനഷ്ടത്തിന് കേസ് കൊടുത്തു 25 ലക്ഷം രൂപ. മനസ്സിലായോ? അങ്ങനെ ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ ആശ്രമത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച്, ആശ്രമത്തിന് വിശ്വാസികൾ സമർപ്പിക്കുന്ന ഗുരുവിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് എല്ലാവരും കേസ് കൊടുത്ത് പൂട്ടാനാണ് പുള്ളി നോക്കുന്നത്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കേസ് എന്ന് പറഞ്ഞാൽ ഒരു കേസ് വന്നാൽ ഞാനത് ഫേസ് ചെയ്യും. ഏതറ്റം വരെയും ഞാൻ പോകാൻ പറ്റുന്ന മാക്സിമം പോകും. മനസ്സിലായില്ലേ? അത് എല്ലാവരെയും നമുക്ക് ഭയപ്പെടുത്തി അങ്ങനെ പറ്റത്തില്ലല്ലോ. കാരണം പാവപ്പെട്ടവർ ഇയാളെയൊക്കെ അംഗീകരിക്കും. കാരണം ഈ ലോകപരിചയമില്ലാത്ത കൊച്ചു മനസ്സുള്ളവർ ഇദ്ദേഹത്തിനെ ഭയന്ന് ഗുരുവിന് പ്രസ്ഥാനത്തിനെതിരെ പോകണ്ടല്ല എന്നൊക്കെ ആയിരിക്കും. ഞാൻ അങ്ങനെയല്ല. അനീതിപരമായിട്ടുള്ള ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞ് ചോദ്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നിയാൽ അത് ചോദ്യം ചെയ്യുകയും അതിന് വിജയിക്കുകയോ പരാജയപ്പെടുകയോ എൻ്റെ വിഷയമല്ല. അത് ഗുരു നോക്കിക്കോളും, അല്ലെങ്കിൽ ഈശ്വരൻ നോക്കിക്കോളും. മനസ്സിലായോ? ഈ നിമിഷം വരെ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനത് പൂർണ്ണമായിട്ട് വായിക്കാം. അപ്പോൾ ഇയാളുടെ സ്ഥിരം പരിപാടി ഇന്നേ ദിവസം പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ആത്മീയ അന്തരീക്ഷത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ബഹളം വെക്കുകയും പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളുമായി തർക്കത്തിൽ ഏർപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിനു മുമ്പും ടിയാൻ ഈ ആശ്രമത്തിൽ എത്തി
ഇതേ രീതിയിൽ പെരുമാറിയിട്ടുള്ളതാണ്. വാക്കുകളെ വ്യക്തമല്ല ചിലതൊന്നും, അതുകൊണ്ടാണ് ഒരു തടസ്സം വരുന്നത്. ഗുരുവിൻ്റെ ജന്മഗൃഹ സമുച്ചയ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നതിന് ടിയാൻ ചേർന്ന് സബ് കോടതിയല്ല, ബഹുമാനപ്പെട്ട ചേർത്തല മുനിസിപ്പൽ കോർട്ടിൽ OS നമ്പർ 638/2019 പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എൻ്റെ അച്ഛൻ, എതിർകക്ഷി ഗുരുരത്നൻ ജ്ഞാനതപസ്വി എന്ന് പറഞ്ഞ ആളും ഹരികുമാർ M എന്ന് പറഞ്ഞ ആളുടെ പൂർണ്ണനാമത്തിലുമാണ് ഇത് കേസ് ഫയൽ ചെയ്യുന്നത്. കാരണം അയാളാണ് ജന്മഗൃഹം പൊളിക്കാൻ ശ്രമിച്ചത്. അത് ഗുരു ഒരിക്കലും പൊളിക്കരുതെന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. അത് ഒരിക്കലും പൊളിക്കാൻ സമ്മതിക്കത്തില്ല. അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പിന്നെ സംസാരിക്കാം. അപ്പോൾ കോടതിയിൽ സ്റ്റേ ശ്രമിക്കുകയും അത് നൽകാത്ത സാഹചര്യമുണ്ടായത് മുതൽ ടി ചന്ദ്രബാബുവും കൂട്ടാളികളും നിരന്തരം ഇത്തരം ശല്യം ആശ്രമത്തിന് എതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം നടത്തുന്ന ജിജി മാർട്ട് എന്ന സ്ഥാപനം 2 ദിവസമായി അടഞ്ഞു കിടക്കുകയാണ്. ഭയങ്കര വിഷമമുണ്ടാ. ഞാൻ എറണാകുളത്ത് വിവിധ ആവശ്യങ്ങൾക്ക് വന്നതാണ്, ചന്ദരൂരും എറണാകുളത്തുമായിട്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോകണമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, നിയമപരമായ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ആലപ്പുഴ കോടതിയിൽ എനിക്ക് പോകണമായിരുന്നു. അതുപോലെ എൻ്റെ ബന്ധുക്കളെ സന്ദർശിക്കണമായിരുന്നു. എൻ്റെ അമ്മ കുറേ നാളായിട്ട് ബന്ധുക്കളെ കണ്ടിട്ടില്ല. അപ്പോൾ അവരെ ഇടയ്ക്ക് ഞാൻ അമ്മയുടെ വീട്ടിൽ കൊച്ചിയിൽ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് ഞാനും ഫാമിലിയായിട്ട് വരുമ്പോൾ പിന്നെ കട ആരും തുറക്കും? അത് ഇവരെന്തിനാണ് വേവലാതിപ്പെടണം? അതിൻ്റെ ആവശ്യമുണ്ടാകും. ഞാൻ ചിലപ്പോൾ കട മുടക്കും, പിന്നെ തുറക്കും, ചിലപ്പോൾ അടച്ചിടും. എനിക്ക് അതെൻ്റെ സൗകര്യമല്ലേ. അതൊക്കെ പരാതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം, ഭയങ്കര വേവലാതിയാണല്ലോ, നല്ല കാര്യം. അപ്പോൾ അടുത്തത്, ഇന്ന് ആശ്രമത്തിലെത്തി ഭീഷണി മുഴക്കുകയും ആശ്രമം തകർക്കാൻ ശ്രമിക്കുകയും, ആശ്രമം തകർക്കരുതെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കണം ഞാൻ, ജന്മഗൃഹം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ വിരോധാഭാസമല്ലേ, കള്ളമല്ലേ. ഞാൻ ഇട്ട വീഡിയോ അത് ഞാനിവിടെ മെൻഷൻ ചെയ്ത് ഇനി ഒരു കമൻറ്റിലിടാം. അതിൻ്റെ ലിങ്ക് കമൻറ്റിൽ പേസ്റ്റ് ചെയ്യാം. അത് കണ്ടു നോക്കുക. ആശ്രമം തകർക്കാൻ ശ്രമിക്കുകയാണ്, അവിടെ കയറി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്, ആരോടാണ് തട്ടിക്കയറാൻ ശ്രമിച്ചത്, ആരാണ് പോലീസിനോട് വരാൻ പറഞ്ഞത്, ഒക്കെ അതിൽ കാണാം. ശ്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അരൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ബഹുമാനപ്പെട്ട അരൂർ പോലീസ് SIയുടെയും പോലീസുകാരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം ഈ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവരുടെ സമയോചിതമായ ഇടപെടൽ, പോലീസ് വന്നിട്ട് രമ്യമായിട്ട് അവർക്ക് കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി, എന്നെ വിളിച്ചു, ഞാൻ ഇന്നലെ പോയി മൊഴി കൊടുത്തു. മനസ്സിലായി. വളരെ നീറ്റായ പെരുമാറ്റം. കാരണം പോലീസിനൊരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നിജസ്ഥിതി അറിയേണ്ട പോലീസിൻ്റെ അവകാശമാണ്, ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. അതും പ്രകാരം നമ്മളും കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്, കടമയാണ്. അത് പ്രകാരം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അവർ പോലീസിനെ എന്നെ വിളിച്ചു, അത് ഞാൻ ആക്രമിക്കുന്ന ആ ഒരു സംഭവം തടഞ്ഞു എന്നുള്ളതാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ കോടതിയിൽ സ്റ്റേക്ക് വേണ്ടി ശ്രമിച്ചു, സ്റ്റേ കിട്ടിയില്ലെന്ന്. സ്റ്റേ എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിന് സ്റ്റേ കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ജന്മഗൃഹം പൊളിക്കരുതെന്ന് ഇപ്പോഴും കോടതിയിൽ കേസുള്ളതാണ്. അത് ഇതുവരെ തീർന്നിട്ടില്ല. ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ രീതിയിലുള്ള നിരന്തര ശ്രമം ചന്ദ്രബാബുവിൻ്റെയും കൂട്ടാളികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതിനാൽ ടിയാൻ ആശ്രമത്തിൽ എത്തുന്നതിന് അരൂർ പോലീസ് സ്റ്റേഷൻ്റെ അനുവാദത്തോടെ ആവുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം, കറക്റ്റ്, ഇതാണ് പോയിൻ്റ്, ഞാനും ആഗ്രഹിക്കുന്ന പോയിൻ്റാണ്. എന്താണെന്നറിയോ, ഞാൻ എത്തുമ്പോൾ അരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ അവിടെ തരണം. ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും അവിടെ എത്തുമ്പോൾ, അതും ഗുരുവിൻ്റെ വിശ്വാസികളും, ആർക്കും കയറി പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ എല്ലാ സ്ഥലവും. അതുകൂടാതെ ഈ പറയുന്ന ജന്മഗൃഹത്തിൽ പ്രത്യേകിച്ച് ഗുരുവിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഗുരുവിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടിയാണത്. അത് കള്ള ബൈലോയിലൊക്കെ കള്ളത്തരമൊക്കെ എഴുതി വെച്ചിട്ട് പഴയ ബൈലോകളൊക്കെ നശിപ്പിച്ചിട്ട് ഈ ഒരു രേഖയില്ലാതെ അധികാരത്തിൽ കയറിയിരിക്കുന്നവർ അവരുടെ ആ ഒരു ഇതിൻ്റെ പേരിലുള്ള അവകാശം തെളിയിക്കേണ്ട ബാധ്യത അവർക്കുള്ളതാണ്. അതിനുവേണ്ടി വിവിധ കേസുകളുണ്ട്. ബൈലോകൾക്ക് വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജില്ലാ രജിസ്ട്രാർ അവിടെ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ആദ്യത്തെ 1978/88 എന്ന് വെച്ചാൽ 78-ാം നമ്പറായി 88-ാം നമ്പറായി 1978 രജിസ്റ്റർ ചെയ്ത ബൈലോയുടെ കോപ്പിയുണ്ട്. അതുണ്ട് അവിടെ. അതിൻ്റെ വീരാവകാശം വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗുരു ശരീരം വിടുന്നവരെയുള്ള ബൈലോകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. സത്യവാങ്മൂലം കൊടുത്തതിന് അത് കഴിഞ്ഞിട്ടുള്ള ബൈലോ ഇവർക്ക് എങ്ങനെ ഈ അധികാരം കിട്ടി? അമൃതാചാര്യക്ക് എല്ലാം സ്വന്തം ദർശനം.
ദർശനത്തിലൂടെ ഗുരു അത് പറഞ്ഞു, ഗുരു ഇത് പറഞ്ഞു, മറ്റത് പറഞ്ഞു, അങ്ങനെ സ്വയം അവരോധിച്ച് അവർക്ക് വേണ്ടപ്പെട്ട സിസ്റ്റം ഉണ്ടാക്കി വെച്ചു. അത് ഇന്ന് വരെ ആരും ചോദ്യം ചെയ്തില്ല. പക്ഷേ ചോദ്യം ചെയ്യാനുള്ള അവസരങ്ങൾ എനിക്ക് ഇവരായിട്ട് തന്നെ ഉണ്ടാക്കി തന്ന് ഞാൻ അതിനെയൊക്കെ ചലഞ്ച് ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ കേസുകൾ നടക്കി. ഇവർ ഈ കള്ളപ്രചരണങ്ങൾ നടക്കുന്നത് കാരണം ജന്മഗൃഹമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഇല്ല എന്നാണ് പറയുന്നത്. ഇതിലും മെൻഷൻ ചെയ്യണത് എന്താ, സ്റ്റേ കിട്ടിയില്ലായിരുന്നു. സ്റ്റേ കിട്ടിയില്ലെങ്കിലും കേസ് ഇപ്പോഴും നിലവിലുണ്ടെന്ന് പറയണ്ടേ, ഏത് കേസാണെന്ന് മെൻഷൻ ചെയ്യണ്ടേ? അതൊന്നും പരാതിയിലില്ല. ഒരു തട്ടിക്കൂട്ട് പരാതി, അതിൻ്റെ പുറത്താണ് ഇപ്പോൾ എന്നെ വിളിപ്പിച്ചത്, ഞാൻ ചെന്ന് മൊഴി കൊടുത്തത്. പോലീസിൻ്റെ ഭാഗത്ത് വെച്ചാൽ ഒരു പരാതി കിട്ടിയാൽ മൊഴി എടുക്കണം, അത് നിർബന്ധമാണ്. ഇപ്പോൾ എൻ്റെ പരാതി പുറത്ത് അവരെ വിളിച്ച് മൊഴി എടുക്കും. അതിൻ്റെ നടപടികൾ എന്താണെന്ന് വെച്ചാൽ പോലീസ് കൈകാര്യം ചെയ്യും, അതതിൻ്റെ വഴിക്ക് നടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇത് പോലീസ് ഞാൻ അറിയിച്ചിട്ട് പോലീസിൻ്റെ അനുവാദത്ത് എന്ന് വെച്ചാൽ അവരുടെ ഒരു സാമീപ്യത്തോട് ഞാൻ വന്നിട്ട് അവിടെ കയറിക്കോട്ടെ എന്നാണ് അവർ പറയുന്നത്. കാരണം അവർക്ക് തടയാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ആ ഒരു ഔദാര്യം കാണിച്ചതുപോലെ ഇതെല്ലാം കള്ളത്തരം പറഞ്ഞിട്ട് ആ അവസാനം പറഞ്ഞേക്കുകയാണ് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കയറാം, ഒരു ഔദാര്യം പോലെ. പക്ഷേ അത് ഔദാര്യമൊന്നുമല്ല, അവകാശമാണ്. സ്റ്റേഷൻ്റെ അനുവാദത്തോടുകൂടി നടപടി ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം ഇപ്പോൾ ടിയാനും കൂട്ടാളികളും നടത്തിയ അതിക്രമത്തിൽ ഈ കക്ഷികളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടിക്ക് വിധേയമാക്കാൻ അപേക്ഷിക്കുന്നു. മനസ്സിലായി? അറസ്റ്റ് ചെയ്യണം. ഞാനവിടെ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക, കോടതിക്ക് കൊണ്ടുപോയി ജാമ്യം എടുത്ത് അല്ലെങ്കിൽ ജയിലിലിട്ട് നിയമ നടപടിക്ക് വിധേയമാകണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് വിശ്വസ്തയോടെ രവീന്ദ്രൻ PG, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ശാന്തിഗിരി, ചേർത്തല ഏരിയ. ഫോൺ നമ്പർ 924932555354, ചന്തി റോഡ്, 13/7/2025 സ്ഥലം. മനസ്സിലായോ? ഇതൊക്കെ വ്യാമോഹമാണ്. ഈ ഒരിക്കൽ എന്താ പറയുക, ഇങ്ങനെ ചെയ്തിട്ട് വിജയിച്ചെന്ന് പറഞ്ഞ് എപ്പോഴും വിജയിക്കില്ല. മനസ്സിലായോ? അതും ഏറ്റവും മാരകമായ ഒരു ആയുധം പ്രയോഗിച്ചിട്ട് ഇതൊക്കെ വളരെ ചെറുതാണ്. നിയമപരമായിട്ട് എന്നെ ശക്തരാക്കി എല്ലാ കാര്യത്തിലും എനിക്ക് റെക്കോർഡ്സ് ഉണ്ടാക്കി തന്ന ഇവരൊക്കെ തന്നെയാണ്. കാരണം ഇവരെന്നെ ഓരോ വഴിയിലൂടെ ഓരോ സമയത്ത് നടത്തിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഓരോ കാര്യങ്ങളിൽ എത്തിപ്പെടാൻ പറ്റുന്നത്. അത് ഇനിയും തുടരണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതോടൊപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത പരാതിയും അതിൻ്റെ അന്വേഷണങ്ങളും നടക്കട്ടെ. അപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ കുടുംബാംഗങ്ങളെ ജന്മഗൃഹത്തിൽ കയറുന്നത് തടയുന്നതിന് ഇവർക്ക് യാതൊരുവിധ അവകാശമോ അധികാരവുമില്ല. പിന്നെ ഇവരുപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സാധാരണ വിശ്വാസികളായ ആൾക്കാരെയാണ് ഇതിനുപയോഗിക്കുന്നത്. കാരണം ഈ എന്താ പറയുക, ജാതി ഇല്ലെന്ന് പറയുമെങ്കിലും ഇവരുപയോഗിച്ചിട്ട് നാളെ അങ്ങനെയുള്ള ആൾക്കാരെ, കാരണം ചന്ദ്രൂർ ജന്മഗൃഹത്തിൽ പണ്ടൊരു അടി നടന്നൊരു സംഭവമുണ്ട്. അവിടെ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ എല്ലാം കൂടിയ ജാതിക്കാർക്ക് അവിടെ കൂടിയ പദവികളും ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും കൊടുക്കും. അതേസമയത്ത് പാവങ്ങളായ പണ്ട് മുതൽ ഗുരുവിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആ ഒരു വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, താഴ്ന്ന ധനമില്ലാത്ത എന്നുവെച്ചാൽ അവരുടെ ദയനീയാവസ്ഥ എനിക്കിപ്പോൾ സഹതാപം തോന്നും. അവരുടെയൊക്കെ ആ ഒരു എന്താ പറയുക, ആ ഒരു അവസ്ഥകൾ ആശ്രമത്തിൻ്റെ അമൃതാചാര്യ ഗുരുസ്വാമിയൊക്കെ മുതലെടുക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ അങ്ങനെയുള്ളവരെയാണ് എന്നെ തടയാനായിട്ട് ഏൽപ്പിക്കുന്നത്. അവർക്ക് തടയാനും പറ്റില്ല, തടയാതിരിക്കാനും പറ്റില്ല. തടഞ്ഞില്ലെങ്കിൽ നാളെ അവരുടെ ജോലി പോകും. തടഞ്ഞാൽ അത് അനീതിയാണ്. കാരണം വെച്ചാൽ എൻ്റെ അവകാശവും അധികാരവും എല്ലാം അവർക്കറിയാം. മനസ്സിലായോ? പക്ഷേ ഇനിയെങ്കിലും ഇങ്ങനെയുള്ളവരെ ഉപയോഗിച്ചിട്ട് നാളെ വലിച്ചെറിയുമെന്നുള്ള ചിന്താഗതി അവർക്കും വേണം. മനസ്സിലായോ? കാരണം ജന്മഗൃഹത്തിൽ ആ ഭാഗത്ത് കിടന്ന ഒരുപാട് വിശ്വാസികളെ തല്ലി ഓടിക്കുകയും അവരെ പണിക്കൂടി ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത ഒരു ചരിത്രം ഇവർക്കുണ്ട്. 2000 ഈ അമൃതാചാര്യ അധികാരം നേടിയ സമയത്ത് അതൊക്കെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ രേഖകളെല്ലാം ബഹുമാനപ്പെട്ട കോടതികളിലുള്ളതാണ്. ഇവരെവിടെ ചെന്നാലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. പക്ഷേ ആരും പ്രതികരിക്കാത്തത് കൊണ്ടും എല്ലാവരും ഓടിപ്പോയതുകൊണ്ടും ഭയപ്പെടുത്തിയപ്പോൾ ഭയന്നതുകൊണ്ടും ഈ ഗുരുരത്നസ്വാമി ഈ അധികാരവർഗ പെട്ട ആൾക്കാരുടെ എല്ലാം കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച് ഈ ഞാൻ വലിയ ആളാണെന്നുള്ള ഒരു ഊതി വീർപ്പിച്ച കൊമളയായി നിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ പ്രസ്ഥാനത്തിലെ ഗുരുവിൻ്റെ പണമെടുത്തിട്ട് ധാരാളിത്തം കാണിച്ച് എല്ലാ വൃത്തികേടുകളും കാണിക്കുന്നത് കൊണ്ടും ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, പണത്തിൻ്റെ അധികാരം, അതിലൂടെയൊക്കെ സമ്പാദിച്ചു വെച്ചതെന്നും പറഞ്ഞാൽ നിയമപരമായിട്ടൊന്നും അതൊക്കെ ചില സമയങ്ങളിൽ ഉപകാരപ്പെടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാരെ ഒരുപാട് രീതിയിൽ ചതിച്ച് വഞ്ചിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമൃതാചാര്യന് തട്ടിയെടുത്തേക്കാണ്. മനസ്സിലായ? അത് തട്ടിയെടുത്തിട്ട് എൻ്റെ അച്ഛൻ മരിക്കുന്നവരെ ഒരു തുണ്ട് ഭൂമി കൊടുത്തില്ല. എന്തിനു വേണ്ടി? അപ്പോൾ ഒരുപാട് ആൾക്കാരെ ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടുമുണ്ട് ഇവർ.
ഇതിൻ്റെയൊക്കെ തിരിച്ചടി ഇവർക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ഒരു വിഷയം. ഗുരുവിൻ്റെ ഐഡിയോളജി വിശ്വസിച്ച് ഗുരുവിനെ വിശ്വസിച്ച് വരുന്നവർക്ക് ഇവരുടെ ഈ പറയുന്ന ഗുണ്ടായിസം അവരിലെടുക്കാൻ പറ്റില്ല, അവരിലെടുക്കാൻ പാടില്ല. മനസ്സിലായ? കാരണം ഓരോരുത്തരുടെ ജീവനും ജീവിതവും അവരുടെ വിയർപ്പ് നീരാക്കി പണിയെടുത്ത് കഷ്ടപ്പെട്ട ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൽ ഇവരല്ല അധികാരികളായവർ. എല്ലാവരെ പോലെയാണ് നമ്മളും അധികാരികളാണ്. പക്ഷേ ജന്മഗതത്തിൽ പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ബ്ലഡ് റിലേഷനുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഒരു അവകാശമുണ്ട്. അതേസമയത്ത് പ്രസ്ഥാനത്തിൽ എല്ലാവർക്കും തുല്യ അവകാശമാണ്, നമ്മളടക്കം അവരടക്കം. അവിടെ ഒരിക്കലും ആരെയും നിയന്ത്രിക്കാന്ന് വെച്ചാൽ നിഷേധിക്കാൻ ഇവർക്ക് അധികാരമില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും മൊഴിയെടുത്ത് കഴിച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ വ്യാജ പ്രചരണങ്ങൾ ആശ്രമത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പുറത്തു വരുന്നു. കാരണം എന്നെ അറസ്റ്റ് ചെയ്തു, എന്നെ പോലീസ് ഹരാസ് ചെയ്തു, അങ്ങനെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇവർ ഈ വാട്സാപ്പിലൂടെ ഇവരുടെ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതും പ്രകാരം എന്ന് പറഞ്ഞാൽ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു. അപ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇവരുടെ ആ ഒരു പരാതിയുടെ ഇത് മാത്രം ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ അത് നിങ്ങൾ കണ്ടു നോക്കും. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാം കമൻറ്റിൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് സദ്ഗുരു ശരണം.